ബംഗളൂരുവിലെ അപ്പാർട്ട്മെന്റിലെ കൊലപാതകത്തിന് ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്ന് പ്രതിയായ കണ്ണൂർ സ്വദേശി ആരവിന്റെ മൊഴി. അസം സ്വദേശിയായ മായയ്ക്ക് മറ്റു പ്രണയബന്ധമുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നുവെന്നും അയാൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായെന്നും പ്രതി പോലീസിന് മൊഴി കൊടുത്തു. അരുൺ ബോപ്പറമ്പ ബംഗളൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കൊലക്കേസിലെ ദുരൂഹതകളൊക്കെ മാറിയില്ലേ ഇപ്പോഴും? SK, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്നത് പോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. ആ CCTV ദൃശ്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇന്ദിരാനഗറിൽ ഈ അപ്പാർട്ട്മെന്റിലേക്ക് അസം സ്വദേശിയായിട്ടുള്ള മായ ഗൊഗോയും കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആരവും ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന റിസപ്ഷന്റെ ഭാഗത്ത് നിൽക്കുന്ന CCTV ദൃശ്യമാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ആ ദൃശ്യത്തിൽ കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ മായ സന്തോഷത്തോടെയാണ് ആരവിനൊപ്പം അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത്. ചിരിച്ച മുഖത്തോടെയാണ് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്ത ദൃശ്യമാണ് പുറത്തു വന്നത്. അതിനുശേഷം ഇവർ ഈ മുറിയിലെത്തിയതിനു ശേഷം ഇവർ തമ്മിൽ എന്ത് തർക്കമുണ്ടായി, ആ തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നതാണ് പോലീസിന്റെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന നിഗമനം. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിലും ആരവ് ആ രീതിയിലുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത്. 6 മാസം മുമ്പ് ഡേറ്റിംഗ് ആപ്പ് വഴി മായയെ താൻ പരിചയപ്പെട്ടു. അതിനുശേഷം നിരന്തരമായി മായയെ വിളിക്കാറുണ്ടെന്നും കണ്ടുമുട്ടാറുണ്ടെന്നും ആരവ് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഈ മായക്ക് മറ്റ് പ്രണയബന്ധമുണ്ടോ എന്ന സംശയം ആരവിനുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഈ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കണം എന്നുകൂടി പറഞ്ഞാണ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് മായയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ അപ്പാർട്ട്മെന്റിൽ വെച്ച് രൂക്ഷമായ തർക്കം ഇവർ തമ്മിൽ ഉണ്ടാകുന്നു. ഈ തർക്കത്തിനൊടുവിലാണ് മായയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എന്നതാണ് ആരവ് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം ഓൺലൈനിലൂടെ കത്തിയും കയറും, അതായത് ഈ വളരെ പെട്ടെന്ന് ഓൺലൈനിലൂടെ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കത്തിയും കയറും ഓർഡർ ചെയ്ത് റൂമിൽ എത്തിച്ചതിന് ശേഷമാണ് ഈ കൊലപാതകം കൃത്യം നടപ്പിലാക്കിയത് എന്നാണ് ആരവ് ഈ ചോദ്യം ചെയ്യലിൽ മൊഴി നൽകിയിട്ടുള്ളത്. അതിനുശേഷം താൻ ജീവൻ ഒടുക്കാൻ ശ്രമിച്ചു. അതേ കയർ ഉപയോഗിച്ച് ആ മുറിയിലെ ഫാനിൽ തൂങ്ങി ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ അത് നടന്നില്ല. അതേ തുടർന്നാണ് 26-ാം തീയതി രാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടത് എന്നതാണ് ആരവ് നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ അന്വേഷണ സംഘം പൂർണ്ണമായും ഈ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല. നിലവിൽ ഇപ്പോൾ ആരവ് പറയുന്ന കാര്യം മാത്രമാണ്. അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിൽ ചില മാനസിക പ്രശ്നങ്ങൾ ഇയാൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഈ ഒളിവിൽ പോയതിനു ശേഷം വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് വിളിച്ച് തൻ്റെ മുത്തച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുവെന്നും പറയുന്നുണ്ട്. ഈ ഫോൺ കോളാണ് ഈ കേസിൽ നിർണായകമായത്. വീട്ടിലേക്ക് വിളിച്ച് ഈ ഫോൺ കോൾ ട്രേസ് ചെയ്താണ് ആരവിലേക്ക് അന്വേഷണ സംഘം എത്തിയത് എന്നതാണ് നമുക്ക് ബംഗളൂരു പോലീസിൽ നിന്ന് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കോടതിയിൽ ഇന്ന് ആരവിനെ ഹാജരാക്കും. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കണം. ഇതിൽ ആരവ് പറഞ്ഞതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യം പരിശോധിക്കും എന്നതാണ് പോലീസ് പറയുന്നത്. ആരവിന്റെ കഴിഞ്ഞ 6 മാസത്തെ ഫോൺ രേഖകൾ ഉൾപ്പെടെ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു. അരുൺ ബോപ്പറമ്പയാണ് ബംഗളൂരിൽ നിന്ന് ചേർന്നത്.